ഹലോ ഗൈസ്, ഒരു അടിപൊളി സംഭവം കാണിച്ചു തരട്ടെ. അതാണ് നമ്മുടെ ഷാപ്പാടിൻ്റെ ചുക്ക് കാപ്പിപ്പൊടി. അപ്പോൾ ബ്രാഹ്മിൺസിൻ്റെ ചുക്ക് കാപ്പിയിലായിരുന്നല്ലോ ഞാനിങ്ങനെ ഭയങ്കര അട്രാക്റ്റഡ് ആയിക്കൊണ്ടിരുന്നത്. അപ്പം ഇവിടെ പൂനെയിലുള്ള മല്ലു ഫ്രണ്ട്സാണ് ഞങ്ങൾ ഈ ഷാപ്പാടിൻ്റെ ചുക്ക് കാപ്പി തന്ന് ശീലിപ്പിച്ചത്. അപ്പോൾ അവർ അവിടെ കുടിക്കാനും തന്നതുപോലെ അവർ പറഞ്ഞിങ്ങനെ മേടിക്കണം, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ ഇതാണ് എൻ്റെ മെയിൻ പരിപാടി. അപ്പം ഇതിൻ്റെ കാപ്പി ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ ആദ്യം അതിങ്ങനെ മണത്ത് നോക്കണം, നല്ല അടിപൊളി മണമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അത് ഇതുപോലെ തിളപ്പിച്ച് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിനോട്ട് എക്സ്ട്രാ മധുരം ഒന്നും ഇടേണ്ട ആവശ്യമില്ല, അതിനകത്ത് ശർക്കരയൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് ചൂടോട് കൂടി ഇങ്ങനെ കുടിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ദോശയും പരിപ്പേറിയും പിന്നെ ഫ്രണ്ട് കൊണ്ടുതന്ന അരിയുണ്ടയൊക്കെ കഴിച്ച് അത് കഴിഞ്ഞൊരു കട്ടൻ ചായയും കുടിച്ച് കഴിഞ്ഞിട്ട് ഡിന്നർ പ്രിപ്പറേഷനായിട്ട് തുടങ്ങി കേട്ടോ. പൊട്ടറ്റോ ഒരു സ്പെഷ്യൽ രീതിയിൽ പഞ്ചസാരയും ചാട്ട് മസാലയും മല്ലിയിലയും ഉപ്പും മുളക് പൊടി ഗരം മസാലയൊക്കെ ചേർത്തുണ്ടാക്കിയൊരു സ്പെഷ്യൽ പൊട്ടറ്റോ ആയിരുന്നു അത്. പിന്നെ നമ്മുടെ വഴുതനങ്ങ മാരിനേറ്റ് ചെയ്തിട്ട് വഴുതനങ്ങ വറുക്കാനായിട്ടുള്ള പരിപാടിയാണ്. ഇതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അമ്മമാർക്കറിയാമല്ലോ, നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറച്ചുകൊണ്ടുമൊക്കെ ഇരിക്കും. ഞാനിങ്ങനെ ആസ്വദിച്ച് അതിൻ്റെയൊക്കെ ടേസ്റ്റ് നോക്കി ഇങ്ങനെ കുറേ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ സാലഡ് കുക്കുംബർ എന്നാൽ ഉണ്ടാക്കിയേക്കാമെന്നുള്ള വിചാരത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും മറ്റേ മുളക് പൊടിയും ചാട്ട് മസാലയൊക്കെ ഇട്ട് സാലഡ് കുക്കുംബർ ഉണ്ടാക്കി. നല്ലൊരു കിടിലം രസം കേട്ടോ, നല്ലൊരു തക്കാളി രസമൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞ് നോക്കുമ്പോൾ അമ്പടാ. എന്നിട്ട് ഞാൻ കഞ്ഞിയും പയറൊക്കെയാണ് ഇട്ടത്. ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ഈ ചുക്കാപ്പി ഇൻട്രൊഡ്യൂസ് ചെയ്ത ടീംസ് ഉണ്ടല്ലോ, അപ്പോൾ പൂനെയിലെ മല്ലു ഫ്രണ്ട്സ് ഞങ്ങളുടെ വീട്ടിലോട്ട് അപ്രത്യക്ഷിതമായിട്ട് വന്നു. എന്തായാലും ഞങ്ങൾ എല്ലാവരും ചേർന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് അടിപൊളിയാക്കി ആ ദിവസം കേട്ടോ. ഇനി അടുത്ത ദിവസം ഞാൻ ഒരു ബീട്രൂട്ട് രസമാണ് കേട്ടോ വെച്ചത്. അപ്പോൾ ബീട്രൂട്ട് രസം ഞാൻ ഓൾറെഡി എനിക്ക് തോന്നുന്നു റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങളെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ കടുക് വറുത്ത് പുളിവെള്ളമൊക്കെ ഒഴിച്ച് സവാള വഴറ്റിയിട്ട് പുളിവെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ നമ്മൾ ബീട്രൂട്ടും തേങ്ങയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം വേറൊരു മിക്സിയിലൊന്ന് പൾപ്പാക്കി എടുക്കും കേട്ടോ. എന്നിട്ട് ഈ വേവിച്ച് വെച്ച ഈ പുളിവെള്ളത്തിനകത്തോട്ട് നമ്മൾ രസപ്പൊടി ഇടും. രസപ്പൊടി ഇടിക്കഴിഞ്ഞിട്ട് ഇതിൻ്റെ പൾപ്പും കൂടെ അങ്ങ് അരച്ചതുകൂടെ അങ്ങ് ചേർത്താൽ മതി. പിന്നെ മല്ലിയിലയൊക്കെ ഇടാം. നല്ല കിടിലോസ്കി ബീട്രൂട്ട് രസം തയ്യാറാണ്. അപ്പോൾ ഇവിടെ ബീട്രൂട്ട് രസമായിട്ട് വെച്ചാലേ കഴിക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കോളിഫ്ലവർ ഉണ്ടല്ലോ, അതിങ്ങനെ മാവിൽ ഇങ്ങനെ കോളിഫ്ലവർ മഞ്ചൂരിയൻ അതോ കോളിഫ്ലവർ 65 ഉണ്ടാക്കിയിട്ട് ഡ്രൈ ആയിട്ട്. അപ്പോൾ ഇവിടെ കഞ്ഞിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ആര്യ നാട്ടിൽ കൊണ്ടുവന്ന ചമ്മന്തിപ്പൊടിയൊക്കെ വെച്ച് കഞ്ഞിയാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഞാൻ കടുക് വറുത്ത ശേഷം പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കടുക് വറുത്തിട്ട് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്കയൊക്കെ ഇട്ട് കുറച്ച് കായപ്പൊടിയും മുളക് പൊടിയും ഉലുവാപ്പൊടിയും വറുത്തതൊക്കെ ഇട്ട് നല്ല കിടില ഒരു നെല്ലിക്ക അച്ചാറുണ്ടാക്കിയതാണ് കേട്ടോ. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പച്ചമുളകിൻ്റെ ആ ഒരു എരിവാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇതുപോലെ കടുക് വറുത്ത് പുളിവെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ കയ്പ്പ് മാറാനായിട്ടോ പുളിവെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ പാവയ്ക്ക തേങ്ങയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെളിച്ചെണ്ണയൊക്കെ വെച്ച് പാവയ്ക്ക ഉണ്ടാക്കി. ഇതാണ് സ്റ്റാർട്ടേഴ്സാണ് കേട്ടോ. സ്വീറ്റ് കോൺ വേവിച്ചതും കുക്കുംബർ സലാഡും മുന്തിരിങ്ങയാണ് കേട്ടോ സ്റ്റാർട്ടേഴ്സ്.